IBPMS വെബ്സൈറ്റ് വഴി പെർമിറ്റിന് അപേക്ഷിക്കുന്നതിനോടൊപ്പം പ്രീഡിസിയർ ഡ്രോയിങ് അറ്റാച്ച് ചെയ്യുന്നതിന് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പ്രീഡിസിയർ ഫോർമാറ്റിലേക്ക് ഡ്രോയിങ് ഫയൽ കൺവേർട്ട് ചെയ്ത് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്താൽ മാത്രമേ സക്സസ്ഫുള്ളായിട്ട് വെബ്സൈറ്റിലേക്ക് ഡ്രോയിങ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാത്തൊരു ഡ്രോയിങ് സെലക്ട് ചെയ്യുകയാണ്. വെബ്സൈറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡ്രാഫ്റ്റിൽ ഒരു ഫയൽ സെലക്ട് ചെയ്യുക. ആ ഫയലിൽ ഡ്രോയിങ് ടാബ് ക്ലിക്ക് ചെയ്ത് അതിൽ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാത്ത ഡ്രോയിങ് ഫയൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാത്ത ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡ്രോയിങ് ഇൻകംപ്ലീറ്റ് ആണെന്ന ഒരു എറർ മെസ്സേജ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫയൽ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത ഡ്രോയിങ് സെലക്ട് ചെയ്യുന്നു. ഫയൽ സക്സസ്ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ പ്രീഡിസിയറിൽ വന്ന പുതിയ അപ്ഡേഷൻ പ്രകാരം ഡ്രോയിങ് ഫയൽ സേവ് ചെയ്യുകയാണെങ്കിൽ ഫയൽ സൂം ഔട്ടായി പോകുന്നത് കാണാൻ സാധിക്കും. അത് തിരിച്ച് റിക്കവർ ചെയ്യാനായി സൂം കമാൻഡ് യൂസ് ചെയ്യേണ്ടതാണ്. കമാൻഡ് സെറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോയിങ് സൂം ഇന്നായി വരുന്നതാണ്. അതുപോലെ പ്ലോട്ട് മാർജിൻ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രോയിങ് വാനിഷ് ആവാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് പ്ലോട്ട് ക്ലിക്ക് ചെയ്ത് ഫ്രണ്ട് ക്ലിക്ക് ചെയ്ത് ഒന്ന് എസ്കേപ്പ് ചെയ്തിട്ട് സൂം കമാൻഡ് കൊടുത്താൽ ഡ്രോയിങ് സൂം ഇന്നായി വരുന്നതാണ്.